നമസ്കാരം. UQ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ചെറുകാട് ജന്മശതാബ്ദി സമാപനവും അവാർഡ് ദാനവും ഈ മാസം 28-ന്. ആരോഗ്യരംഗത്തെ കുത്തകവൽക്കരണം, വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധ വോട്ടെടുപ്പ്. ഞാൻ സീമ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കോർപ്പറേറ്റുകളുടെയും ഫാസിസ്റ്റുകളുടെയും ഏജന്റായി മാറിയ നരേന്ദ്രമോദി ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ വില നിയന്ത്രണ അവകാശം പൂർണ്ണമായും ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു. ഒരൊറ്റ ദിവസത്തെ ഉത്തരവ് കൊണ്ട് UPA ഗവൺമെന്റ് പാസാക്കിയ ഓർഡിനൻസ് പിൻവലിക്കുന്ന ഒരു ഉത്തരവിലൂടെ നരേന്ദ്രമോദി ക്യാൻസർ രോഗം ഉൾപ്പെടെ, വൃക്കരോഗം ഉൾപ്പെടെ, ഹൃദ്രോഗം ഉൾപ്പെടെ, അതുപോലെ അനവധി ജീവൻ രക്ഷാ ഔഷധങ്ങൾ 108 ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ വില നിയന്ത്രണ അധികാരം വിദേശ കുത്തകകൾക്ക് കൈമാറിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ ഈ രാജ്യത്തിന്റെ പരമാധികാരം പോലും പണയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു സുവിശേഷം. UPA സർക്കാർ നേരത്തെ നടപ്പിലാക്കിയ പല പദ്ധതികളും പല പേരിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുകയാണെന്നും ഡീൻ കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ പരിപാടി സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് CK ഹാരിസ് അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ ഇഫ്തിഖാറുദ്ദീൻ, KT അജ്മൽ, യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി പ്രസിഡന്റ് റിയാസ് മുക്കോളി എന്നിവർ പ്രസംഗിച്ചു. പ്രതിഷേധ സംഗമത്തിന് മുന്നോടിയായി നഗരത്തിൽ നടന്ന പ്രകടനത്തിന് യാക്കൂ കുന്നപ്പള്ളി, അരഞ്ഞിക്കൽ ആനന്ദൻ, സുരേഷ് മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ചെറുകാട് ജന്മശതാബ്ദി സമാപന സമ്മേളനവും അവാർഡ് വിതരണവും ഈ മാസം 27, 28 തീയതികളിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുമെന്ന് ചെറുകാട് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുകാടിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് 27, 28 തീയതികളിലായി നടക്കുന്ന വിവിധ പരിപാടികളോടെ സമാപനമാവുകയാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര സംവിധായകൻ കമലാണ്. അവാർഡ് നൽകുന്നത് C. രാധാകൃഷ്ണനാണ്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രഗത്ഭരായ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ മുതൽക്ക് കാസർഗോഡ് ഉള്ള ലൈബ്രറി കൗൺസിലിന്റെ ഇതുവരെ 100ഓളം തലങ്ങളിൽ ചെറുകാട് ശതാബ്ദിയോട് ബന്ധപ്പെട്ട് ചെറുകാടിനെ അനുസ്മരിക്കലും ചെറുകാടിന്റെ സാഹിത്യ സൃഷ്ടികളെ വിലയിരുത്തലും ആയിട്ട് നടക്കുകയുണ്ടായി. വളരെ ഗംഭീരമായ പരിപാടികളുണ്ടായിരുന്നു, ലളിതമായ പരിപാടികളും ഉണ്ടായിരുന്നു. 27 നടക്കുന്ന വിദ്യാഭ്യാസ സെമിനാർ ദേശാഭിമാനി പത്രാധിപർ VV ദക്ഷിണാമൂർത്തി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേരള നടനം പ്രതിഭ കുമാരി N. ഗായത്രിയെ ഉപഹാരം നൽകി ആദരിക്കും. 28 നടക്കുന്ന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകനായ കമൽ ഉദ്ഘാടനം ചെയ്യും. ചെറുകാട് സാഹിത്യത്തിന്റെ അന്തർധാരകൾ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. സംസ്കാരവും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ MP രാഗേഷ് MP മുഖ്യപ്രഭാഷണം നടത്തും. ഈ വർഷത്തെ ചെറുകാട് അവാർഡ് ചടങ്ങിൽ നോവലിസ്റ്റ് C. രാധാകൃഷ്ണൻ വിതരണം ചെയ്യും. UK കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവലിനാണ് അവാർഡ്. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് കവിയരങ്ങ്, നാടകം എന്നിവയും അരങ്ങേറുമെന്ന് ഭാരവാഹികളായ പാലക്കീഴ് നാരായണൻ, V. ശശികുമാർ, C. വാസുദേവൻ, KK മുഹമ്മദ് അലി, K. കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യരംഗത്തെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആശുപത്രി പരിസരത്ത് ജനകീയ വോട്ടെടുപ്പ് സംഘടിപ്പിച്ചു. 108 മരുന്നുകളുടെ വില നിയന്ത്രണം എടുത്തുകളഞ്ഞ നടപടി പിൻവലിക്കുക, മരുന്നുകളുടെ വില നിയന്ത്രണ അധികാരം പുനഃസ്ഥാപിക്കുക, ഔഷധ മേഖലയിലെ കുത്തകവൽക്കരണം തടയുക, പൊതുജനാരോഗ്യ മേഖല സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തി പൊതുജനഹിതം അറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി ജനകീയ വോട്ടെടുപ്പ് സംഘടിപ്പിച്ചത്. ഓരോ വിഷയത്തിലും അഭിപ്രായം രേഖപ്പെടുത്താൻ വോട്ടർമാർക്ക് ബാലറ്റ് പേപ്പറുകൾ നൽകിയിരുന്നു.
പ്രതിഷേധ വോട്ടിനും അവസരം ഒരുക്കിയിരുന്നു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ നടക്കുന്ന പരിപാടി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്ത് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം VT ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു. അരിപ്പൊടിയേക്കാൾ മരുന്ന് പൊടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ സാഹചര്യത്തിലാണ് ഈ മരുന്നുകൾ, അതായത് അവശ്യ മരുന്നുകളുടെ വില നിയന്ത്രണം എടുത്തു കളയുന്നത്. ഇനി കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഉള്ള അവസ്ഥ, ഒരു മരുന്നിന് 100 രൂപ മുതൽ 1000 രൂപ വരെ വില നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനികൾക്കുണ്ട്. ആ കമ്പനികളാണ് വില നിയന്ത്രണ അതോറിറ്റി ഇടപെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇനി മുതൽ അതില്ലെങ്കിൽ ഓരോരുത്തർക്കും നമ്മൾ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരസെറ്റമോൾ പോലും തോന്നിയ വിലക്ക് വിറ്റഴിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഈ അഖിലേന്ത്യാ തലത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്ന പരിപാടിയിൽ 1000-ലധികം പേർ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തി. അഭിപ്രായം രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് നേരിട്ട് അയച്ചു കൊടുക്കും. വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് N മുഹമ്മദ് അലി അധ്യക്ഷം വഹിച്ചു. PT അബൂബക്കർ, ബഷീർ ആനമങ്ങാട്, സൽമ പള്ളിക്കുത്ത്, അസ്ലം കല്ലടി, അഷ്റഫ് അലി പുലാമന്തോൾ എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് മത്സരത്തിലേക്ക് മത്സരാർത്ഥികളെ ക്ഷണിക്കുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. നിങ്ങൾ പാടിയ ഒരു മാപ്പിളപ്പാട്ടിന്റെ വീഡിയോ ഫയൽ ഞങ്ങൾക്ക് അയച്ചു തരിക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9809605098. യൂട്യൂബ് ചാനലിൽ ഉടൻ ആരംഭിക്കുന്നു സംസ്കൃത പവകൻ, ഒരു മാപ്പിളപ്പാട്ട് മത്സരം. കേരള PSC അംഗീകൃത സീഡിറ്റ് കമ്പ്യൂട്ടർ കോഴ്സുകൾക്കായി പെരിന്തൽമണ്ണയിൽ ഇലക്ട്രോ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, ഡിപ്ലോമ ഇൻ ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രോണിക് ഓഫീസ്, സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ആൻഡ് കൺസോൾ ഓപ്പറേഷൻ തുടങ്ങിയ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സീഡിറ്റ് സർട്ടിഫിക്കേഷൻ, സൗജന്യ കോഴ്സ് മെറ്റീരിയൽസ്, SC/ST BPL വിഭാഗക്കാർക്ക് ഫീസ് ഇളവ് എന്നിവ നൽകുന്നതാണ്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക ഇലക്ട്രോ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഫിലിയേറ്റഡ് ടു NCVT, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. വെബ്സൈറ്റ് www.electroiti.com, ഇമെയിൽ electroitc@gmail.com, ഫോൺ 04933225526 218526, മൊബൈൽ 9048776973. സർഫ കോഡ്സ്, സർഫ കോഡ്സ്, സർഫ കോഡ്സ്. സുന്ദരവും ഓമനത്വമുള്ള വീടിന് സർഫ കോഡ്സ് പെയിന്റ്സ് തന്നെ എപ്പോഴും ഉപയോഗിക്കൂ. പെയിന്റ് പോയിന്റ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. കളറിംഗ് യുവർ ഡ്രീംസ്. ജില്ലാ വ്യവസായ കേന്ദ്രവും താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സഹകരണത്തോടെ വ്യവസായ സംരംഭക സംഗമം നടത്തി. മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രം മലപ്പുറം, പെരിന്തൽമണ്ണ താലൂക്ക് വ്യവസായ ഓഫീസ്, സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വ്യവസായ സംരംഭക സംഗമം സംഘടിപ്പിച്ചത്. വ്യാവസായിക രംഗത്തെ പുത്തൻ പദ്ധതികളെ പരിചയപ്പെടുത്തുക, വ്യാവസായിക രംഗത്ത് നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ സംരംഭകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നീ ലക്ഷ്യങ്ങളുമായി സംഘടിപ്പിച്ച സെമിനാർ മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കണക്കനുസരിച്ച് ഇത്രയും അധികം ആൾക്കാർ തൊഴിലില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ലോകത്ത് ചാൻസ് ഇല്ല, തൊഴിലില്ലാതെ വെറുതെ കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ചാൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ എവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ എന്തെങ്കിലും ഒരു തൊഴിൽ, എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് അതിനുള്ള ഒരു വലിയൊരു സഹായമൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു, ബാങ്ക് ചെയ്തവരും സർക്കാർ ചെയ്തു. നമുക്കവിടെ നമുക്കൊരു ഐഡിയ വേണം, നൂതനമായിട്ടൊരു കാര്യം. നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് അധ്യക്ഷം വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ്, M മുഹമ്മദ് സലീം, C അംബുജാഷി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാർ സെഷനിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ T അബ്ദുൽ വഹാബ് ക്ലാസ് എടുത്തു. എന്റെ ബിസിനസ് നഷ്ടമാണ് സർ, അതുകൊണ്ട് ഞാൻ ടാക്സ് അടക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. ലാഭമോ നഷ്ടമോ ഇൻകം ടാക്സ് ആണ്, സെയിൽസ് ടാക്സ്, വിൽപ്പന നടന്നാൽ കൊടുക്കണം. എല്ലാ കാരണം അറിയോ, ഈ ടാക്സ് എന്ന് പറയുന്നത് വ്യാപാരിയോ വ്യവസായിയോ കൊടുക്കുന്നതല്ല, ഉപഭോക്താവ് കൊടുക്കുന്നതാ. സർക്കാരിലേക്ക് കൊടുക്കാൻ വേണ്ടി കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച പണമായത്, ഇത് നിങ്ങളുടെ പണമല്ല.
ഇത് നിങ്ങളുടെ പൈസയേ അല്ല, അതുകൊണ്ട് എനിക്ക് നഷ്ടമാണ്, അതുകൊണ്ട് നാട്ടുകാരെ പൈസ ഞാൻ പോക്കറ്റിലിട്ടെ എന്ന് പറയാൻ പറ്റില്ല. കൊടുത്തേ മതി. ഗ്യാസ് സിലിണ്ടറിന് 3 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചു. ഏജൻസി കമ്മീഷൻ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് പുതിയ വില വർധനവ്. പുതുക്കിയ വില നിലവിൽ വന്നു. ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയാണ് വർദ്ധിപ്പിച്ചത്. 3 രൂപ 50 പൈസയാണ് നിലവിലുള്ള വർധന. സബ്സിഡി ഉള്ളതും സബ്സിഡി ഇല്ലാത്തതുമായ സിലിണ്ടറുകൾക്കും വിലവർധന ബാധകമാണ്. വിതരണക്കാർക്കുള്ള കമ്മീഷൻ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഗ്യാസ് വിലയിൽ മാറ്റം വന്നത്. നേരത്തെ 40 രൂപയായിരുന്ന ഏജൻസി കമ്മീഷൻ പുതിയ നിരക്കിൽ 43 രൂപ 50 പൈസയായി ഉയർന്നു. ഏജൻസി കമ്മീഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മാസം 23-ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. പുതിയ നിരക്ക് 23 മുതൽ നിലവിൽ വന്നു. അതേസമയം വ്യാവസായിക ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഏജൻസി കമ്മീഷൻ 3 രൂപ 46 പൈസ വർദ്ധിപ്പിച്ചിരുന്നു. എല്ലാ ചെലവുകളും കഴിഞ്ഞ് ഒരു സിലിണ്ടറിന്മേൽ ഏജൻസിക്ക് 5 രൂപ 50 പൈസ ലാഭമുണ്ടാകുമെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. സബ്സിഡിയുള്ള സിലിണ്ടറിന്റെ പുതിയ വില 443 രൂപ 50 പൈസയാണ്. എന്നാൽ ഏജൻസി നിരക്കും ഗതാഗത ചെലവും അനുസരിച്ച് വിവിധ ഏജൻസികളിൽ ഗ്യാസിന്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പ്രസിദ്ധമായ മമ്പുറം നേർച്ചയ്ക്ക് മമ്പുറം മഖാമിൽ തുടക്കമായി. ശനിയാഴ്ച അസർ നമസ്കാര ശേഷം പതാക ഉയർത്തിയതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത്. മമ്പുറം ഖുത്ബുസമാൻ സയ്യിദ് അലവി മൗലദവില തങ്ങളുടെ 176ാമത് ആണ്ട് നേർച്ചയ്ക്ക് മമ്പുറം മഖാമിൽ ശനിയാഴ്ച തുടക്കമായി. വൈകിട്ട് അസർ നമസ്കാരാനന്തരം നടന്ന കൂട്ടസിയാറത്തിന് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നേതൃത്വം നൽകി. തുടർന്ന് മമ്പുറം സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ പതാക ഉയർത്തിയതോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് തുടക്കമായി. മമ്പുറം ഖത്തീബ് PV അബ്ദുള്ളക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ ദിക്ർ ദുആ സമ്മേളനം, പ്രമുഖർ പങ്കെടുക്കുന്ന മതപ്രഭാഷണ പരമ്പര, സ്വലാത്ത് മജ്ലിസ് എന്നിവ നടക്കും. നവംബർ 1-ന് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക. ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് നേർച്ചയ്ക്ക് എത്തിച്ചേരുന്നത്. മഖാം ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേർച്ച നടക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ചെറുകാട് ജന്മശതാബ്ദി സമാപനവും അവാർഡ് ദാനവും ഈ മാസം 28-ന്. ആരോഗ്യരംഗത്തെ കുത്തകവൽക്കരണം, വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധ വോട്ടെടുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.